ഹലോ, അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അക്വേറിയത്തിൻ്റെ വീഡിയോ ആണ്. ഒരു റെസിൻ ഉപയോഗിച്ചിട്ടുള്ള മിനി അക്വേറിയം എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. റെസിന് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് എത്ര സമയം സെറ്റാവാൻ വെക്കണം എന്നൊക്കെ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്രാഫ്റ്റ് ഹോൾ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ റെസിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവരൊക്കെ അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഞാനിവിടെ റെസിനും ഹാർഡനറും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ അക്വേറിയം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബോക്സാണ്. അതായത് ഈ ഒരു ഫ്ലോറൽ ടേപ്പിൻ്റെ ഒരു ബോക്സ്, അതതിന് കറക്റ്റ് സൈസായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതിലാണ് അക്വേറിയം ഉണ്ടാക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബോക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് ആ ഗ്യാപ്പുകളൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ റെസിൻ അതിനുള്ളിൽ കൂടെ ഒക്കെ ലീക്കായിട്ട് പുറത്ത് വരും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മണലെടുത്തിട്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച റെസിനും മണലും പാടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അക്വേറിയത്തിൽ ഫസ്റ്റ് ലെയർ ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആവശ്യത്തിനായിട്ടുള്ള മണലെടുത്തിട്ട് കറക്റ്റ് നോക്കിയിട്ട് മാത്രം ഇളക്കി നോക്കിയിട്ട് മാത്രം അതിന് കറക്റ്റായിട്ടുള്ള റെസിന് മതി. ഓവറാവേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആ മണൽ അതിലൊന്ന് സെറ്റായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ ആവശ്യം. അപ്പോൾ അതിനുള്ള റെസിന് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കതിലേക്ക് ഫസ്റ്റ് ലെയർ ഒഴിച്ചെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് റെസിന് മണലും റെസിനും തമ്മിലുള്ള മിക്സ് എടുക്കേണ്ടത്. എന്നാലാണ് അത് കറക്റ്റ് നമ്മൾ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ബബിളൊന്നും ഇല്ലാതെ കറക്റ്റ് അതൊരു ലെയറായിട്ട് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ ഒഴിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് ലെയറൊക്കെ സെറ്റാക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്തിട്ട് ഓരോ സൈഡിലായിട്ട് വെച്ചെടുക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതെനിക്ക് ബീച്ചിൽ നിന്ന് മുന്നേ കിട്ടിയൊരു സ്റ്റോണാണ്. അപ്പോൾ അത് ഒരു സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ പിന്നിലായിട്ടാണ് ഞാൻ ആ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചെടുക്കുന്നത്. ഇതേപോലെ തന്നെ ഞാനൊരു 2-3 ടൈപ്പ് പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോ സൈഡിലായിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഷെല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അതും ഇതിൻ്റെ ഒരു സെക്കൻഡ് ലെയറായിട്ട് അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. To the sea for a getaway, car top down and we're driving just to feel young. Moving away to the sea, moving away, can't you see? Sand in your feet, feel the breeze in the summertime. Stars in the sky, one dime for a first time. Moving away to the sea, moving away, can't you see? We'll drink honey by the ocean, it's our favorite potion. Come on baby, let me tell you one time that our days will never end, yeah. No, our days will never end, yeah. No, come on baby, let me tell you one time that our fire got a love it and you never break apart. And we moving away to the sea, moving away, can't you see? അങ്ങനെ പ്ലാന്റ്സും ഷെല്ലും ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ റെസിൻ ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു 24 hour സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ട് എന്നിട്ടാണ്
അതിന് ശേഷമാണ് ഞാൻ നെക്സ്റ്റ് ലെയർ ഒഴിക്കുന്നത്. അക്വേറിയം ആകുമ്പോൾ എന്തായാലും ഫിഷ് വേണമല്ലോ. അപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് ഫിഷിൻ്റെ പിക്ചേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു മിറർ എഫക്റ്റിൽ ആണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. അപ്പോൾ ഇനി അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ തേച്ചിട്ട് 2 സൈഡും ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈഡ് നോക്കിയാലും ഫിഷ് പോലെ തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ സൈഡ് ഇങ്ങനെ വൈറ്റ് കളറായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ സെക്കൻഡ് ലെയർ ആദ്യം തന്നെ കുറച്ച് റെസിൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ച ഫിഷ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അത് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ ഓരോ സൈഡിലായിട്ടും അതുപോലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നമുക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. കുറച്ച് ഫിഷ് ഇട്ടതിന് ശേഷം ആ ഒരു ലെയർ ഉണങ്ങിയതിൻ്റെ ശേഷം അടുത്ത ലെയറിലായിട്ട് മതി ബാക്കി ഫിഷ് ഇടൽ. അങ്ങനെ പല സൈഡിലായിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അത് അടിയിൽ മാത്രമായിട്ടാണ് സെറ്റാവും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ കുറച്ചിട്ടിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം, അതായത് ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റ് ഇടാം. അങ്ങനെ പിറ്റത്തെ ദിവസമായപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ ലെയറും സെറ്റായി. പക്ഷേ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫിഷായ കാരണം അതൊരു കിടക്കണ രീതിയിലായിപ്പോയി. ഫിഷ് നമ്മളിട്ട രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഒന്ന് താന്നു പോയി. അപ്പം ഞാൻ പിന്നെ ഒരു ക്ലേ കൊണ്ട് ചെറുതായിട്ട് ഫിഷൊക്കെ ഒന്ന് തട്ടിക്കൂട്ടാൻ നോക്കി. പക്ഷേ അത്രയ്ക്ക് കണ്ടതായില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു ഫിഷിൻ്റെ രൂപമുണ്ട്. അപ്പോൾ ഞാൻ അത് 3ാമത്തെ ലെയറിലായിട്ട് വെച്ച് ഒരു 3 ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു 3ാമത്തെ ലെയറായിട്ട് അത് വെച്ചിട്ട് അതിന് മേലെ കുറച്ച് ക്ലിയർ റെസിൻ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഈ ഒരു ലെയറും കൂടെ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ അക്വേറിയം റെഡിയായി. അപ്പോൾ നമുക്കിതൊരു 24 മണിക്കൂറും കൂടെ വെച്ചിട്ട് നമുക്ക് ഈ അക്വേറിയം സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അക്വേറിയം മൊത്തമായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 3 ദിവസം എടുത്തു ഇതൊന്നും ഫുള്ളായിട്ട് നമ്മുടെ എല്ലാം ഫുള്ളായിട്ടും പണി കഴിയാനായിട്ട്. അങ്ങനെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു കവർ അങ്ങോട്ട് പൊളിച്ചിട്ട് കൊടുക്കുക. അത് പൊളിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആണ് ആ ഒരു അക്വേറിയത്തിൻ്റെ ഫുൾ ക്ലാരിറ്റിയിൽ അങ്ങോട്ട് കിട്ടുള്ളൂ. ഇനിയൊരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ഈ ഒരു അക്വേറിയത്തിൻ്റെ 4 എഡ്ജൊന്ന് സെറ്റാക്കി കൊടുത്താൽ നമ്മുടെ അക്വേറിയം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള അക്വേറിയം ഉണ്ടാക്കാനുള്ള പണി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 3 ലെയറായിട്ടൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും നമ്മൾ ഇതുപോലെ മേലെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു അക്വേറിയം തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അക്വേറിയത്തിൻ്റെ പണി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.